സച്ചിൻ. ലൂക്ക. ഉറങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. ലൈറ്റുകൾ അണയ്ക്കുകയാണ്. എന്ത് പരിപാടിയാടി ഇത്? ലൈറ്റ് ഓഫ് ചെയ്താന്ന് തോന്നുന്നു. ഓ അത് ശരി. നീ എവിടെന്നാ? ഞാൻ കൊച്ചിന്നാ. ഞാൻ തൊടുപുഴേന്നാ. അതിനാ ഒച്ച കേട്ടെ? ഞാനിരുന്ന. നീ ആര് പറഞ്ഞിട്ടാ ഇവിടെ വന്നേ? ഞാൻ മനസ്സിലായി, പെണ്ണാലേ? എന്നെ അതെ, വൈഫ്. വെറുതെ അല്ല ഭാര്യ. അതെന്താ അത്? ഞാനൊന്ന് ഇരിക്കാൻ നോക്കിയതാ. ഓഹോ. Rahul ji, finally we have landed on a tagline. Simple but effective, ഇന്ന് തടി തുടച്ചു നീക്കാൻ പോകുന്നു. കർഷാമൃത വടകം. ഹൗസ് ഇറ്റ്? നമുക്ക് തടിയന്മാരുടെ സെൽഫ് എസ്റ്റീമിനെ ഹേർട്ട് ചെയ്യാൻ സാധിക്കും. എന്നാലേ അവരൊന്ന് കോഴ്സിന് ചേരൂ. തടിയന്മാരെ തുടച്ചു നീക്കാൻ പോകുന്നു. ഹൗസ് ദാറ്റ്? ഓസം രാഹുൽ ജി, നൈസ്. രാഹുൽ ജി, നമ്മുടെ പ്രിന്റഡ് ക്യാമ്പയിൻ റെഡി ആയിട്ടുണ്ട്. പ്ലീസ് ഹാവ് എ ലുക്ക്. റീത്തോ, നിങ്ങളുടെ ഭർത്താവ് ഒരു പൊണ്ണത്തടിയനോ? ഇത് കൊള്ളാം. തടിയന്മാരുടേതൊരു മോശം സെക്സ് ലൈഫാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ സാധിക്കണം. ഗുഡ് വർക്ക്. താങ്ക് യു രാഹുൽ ജി. വി ഹാവ് 2 more slides. തടി നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ? നെക്സ്റ്റ്. മകളുടെ തടി നിങ്ങൾക്ക് അപമാനമോ? തടിയന്മാരുടെ ചുറ്റുമുള്ളവർ കൂടെ നമുക്ക് ഇൻസെക്യൂർ ആക്കണം രാഹുൽ ജി. നൈസ്. രാഹുൽ ജി, നമ്മുടെ TV കമേഴ്ഷ്യലിന്റെ കാര്യം. ഓ യെസ് യെസ്. രവിജി, യെസ് ജി. നമ്മുടെ പരസ്യത്തിന് ഒരു സാധാരണ TV ആഡിൻ്റെ ഒരു കോസ്മെറ്റിക് ലുക്കൊന്നും വേണ്ട. എന്താ പറയുക, ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം പോലെ തോന്നണം. യെസ് യെസ്. ജനങ്ങൾ സ്വന്തം അമ്മയെ പോലെ വിശ്വസിക്കണം ഈ ബ്രാൻഡിന്. രവിജി, ഒരു പാർലി ജി. താങ്ക് യു ജി. വെൽക്കം ജി. രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും നല്ല മുട്ട റോസ്റ്റും ആണെന്നാ പറഞ്ഞേ. നമ്മളിവിടെ ജോയിൻ ചെയ്ത് തടി കുറയ്ക്കാനല്ലേ ഭായി. കൺട്രോൾ, പതറരുത്. എവിടെ പട്ടിണിയെടുത്ത മനുഷ്യൻ്റെ നട്ടെല്ലാം ഒട്ടിപ്പിടിക്കുക. ദയവായി നിങ്ങളുടെ സെറ്റിംഗ്സ് 84ലേക്ക് മാറ്റുക. എനിക്കിവിടെ തീരെ അങ്ങോട്ട് പിടിക്കണല്ല. എന്തൊക്കെ ഓലോട് പഠിച്ചിരിപ്പിച്ച് കൊല്ലല്ല. ബട്ടൺ സൂറുണ്ടല്ലോ. എന്തൊക്കെയാണ്ടാ? സീരിയസ് ആണോ? മച്ചാനെ, നിനക്ക് പറ്റാത്ത പണിയാണത്. ഈ കോമാളി വേഷമൊക്കെ ഊരി വെച്ചിട്ട് ആ ബാഗ് എടുത്തിട്ട് വാ. നമുക്ക് വീട്ടിൽ പോവാം. ചെറിയ ക്രിസ്മസ് പൊളി പൊളിക്കാം. ഞാനല്ലടാ. ക്രിസ്മസ് ആയിട്ട് നീ ഇവിടെ കിടക്കാൻ പോണോ? അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കണേണ്. ഇപ്രാവശ്യം ആര് ക്രിസ്മസ് പാപ്പയും? ഈ ടൈമിൽ തന്നെ ഞാൻ ഈ കോഴ്സ് എടുത്തതിൻ്റെ മെയിൻ കാരണം ക്രിസ്മസിനുള്ള ഫുഡും പലഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ക്രിസ്മസ് പപ്പ ഇല്ലാത്തൊരു ക്രിസ്മസ് ആയിക്കോട്ടെ ഇത്. നിങ്ങളുടെ യോഗയ്ക്ക് സമയമായിരിക്കുന്നു. എനിക്ക് യോഗയ്ക്ക് സമയമായി. എടാ, ഞാൻ നൈറ്റ് റൈഡറോട് എന്ത് പറയും? ഇത് വിട്ടിട്ട് പോകുന്ന ലാൻഡ്മേരോട് ഞാൻ എന്ത് പറയും? ശവാസനത്തിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റുള്ളൂ. ലൂക്കാജി, ലൂക്കാജി, ലൂക്ക. Silence.
ഓ ഇന്നലെ 2 മുന്തിരി, ഇന്നൊരു നെല്ലിക്ക. ഇങ്ങനെ പട്ടിണി കിടന്ന് തടി ഓർക്കാനാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാൽ പോരെ. ഈ കോഴ്സ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. എല്ലാവരും പാതി വഴിക്കിട്ടിട്ട് പോയാൽ ലാഭം ആർക്കായി? അല്ല ഭായ്, ഈ വിൽ പവർ. എടാ കോപ്പേ, ഫുഡ് അടിച്ചില്ലെങ്കിൽ ആള് കാഞ്ഞു പോലേ. അളിയാ, വെറും വെച്ച് കിടന്ന നിനക്ക് ഉറക്കം വരുമോ? ദേ നല്ല ചൂട് പുട്ട്, നല്ല 1-ാം തരം കടലക്കറി, 2 പപ്പടങ്ങ് പൊടിച്ചിട്ട് എൻ്റെ അളിയാ, നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഇന്നലെ ക്ലിനിക്കിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് 2 പേർ പുറത്തുപോയി ഭക്ഷണം കഴിച്ചത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമുണ്ട്. സ്വയം എഴുന്നേറ്റ് നിന്ന് അപ്പോളജൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു കപ്പിളുണ്ടായിരുന്നു. ഈ കോഴ്സ് കൂട്ടായൊരു യജ്ഞമാണ്. ഒരു തുള്ളി തൈര് മതി ഒരു കുടം പാല് പിരിയാൻ. മതിൽ ചാടിപ്പോയി ആഹാരം കഴിക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചത് വിശപ്പല്ല, ആർത്തിയാണ്. അതൊരു മാനസിക വൈകല്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വട്ടാന്നാണോ സാറ് പറയണേ? വൈദേസ് ക്ലിനിക് നിങ്ങളുടെ ശത്രുവല്ല, പൊണ്ണത്തടി എന്ന ദുരവസ്ഥയിൽ നിന്നും പിടിച്ചുയർത്താൻ വന്ന രക്ഷകരാണ്. അച്ചടക്കത്തോടെ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഭൂമിക്കൊരു ഭാരമായി തുടരാം. Just a little bit of in move and Tendulkar is gone for 73. ഇപ്പൊ അനന്യയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സിനിമ അഭിനയമാണോ അതോ ആഞ്ജനേയന്റെ തടി കുറയ്ക്കലാണോ? ഹലോ. ഹലോ ലൂക്ക് ജോൺ പ്രകാശ് അല്ലേ? അതെ. ഇത് പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണേ. പിന്നീട് നിങ്ങൾ ഇവിടെ നിന്നൊരു പുസ്തകം ബാല്യകാല സഖി തിരിച്ച് തരേണ്ട സമയമായി കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ആയി. നാളെയാണ്, അല്ലെങ്കിൽ മറ്റേ ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ.
അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എൻ്റെ വഴിക്കും ശ്രമിച്ചു. ഒരു പെണ്ണിട്ടിട്ട് പോയെന്ന് പറഞ്ഞ ഇങ്ങനെയാണാ? ഇത് നിന്റെ പെഹലാപ്പിയാറല്ലേ? ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് ഒരുമാതിരി മറന്നു വെച്ച് ചരിത്രം നഷ്ടപ്പെട്ട പെണ്ണിനെ പോലെ അയ്യേ. സത്യം പറയാലോ, എനിക്ക് ആദ്യമേ അവളെ കണ്ടപ്പോൾ മിസ്റ്റേക്ക് അടിച്ചാണ്. പിന്നെ നിന്റെ സീൻ സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് അതിലിടപെടാൻ ഞാൻ. മച്ചാനെ, അവള് പോണെങ്കിൽ പോയിക്കോട്ടെ. സുനോ, ഈ സമന്ദർ മേ ബഹുത്ത് മച്ചിലി അയില ചാള നത്ത. നിന്നോട് 100 വർഷം പറഞ്ഞ അമ്മിഞ്ഞ പിടിക്കരുത്. നിനക്ക് വട്ടാ? ആടെ എനിക്ക് വട്ടാടെ എനിക്ക്. അതല്ല ക്യാൻവാസിൽ വന്ന പെണ്ണിന്റെ പുറകെ പുണ്യ പ്രേമാണെന്ന് പറഞ്ഞു നടന്നത്. അവളുടെ മന്ത്രി ടാർഗറ്റ് എത്തിക്കാനുള്ളൊരു നമ്പർ മാത്രമായിരുന്നു ഞാൻ. ഒന്നിനും കൊള്ളാത്തൊരു പൊട്ടനാക്കിയില്ല. ബിഗ് ലൂസായ. Lukacha. നിന്റെ അപ്പാപ്പ മരിച്ചപ്പോൾ സാധാരണ പെട്ടിയിൽ കൊണ്ടില്ല, വലിയ ഒരു പെട്ടി ഉണ്ടാക്കേണ്ടി വന്നു. കൊച്ചിക്കാർ പറയുമായിരുന്നു, ആ വലിയ ശരീരത്തിൽ വലിയൊരു മനസ്സുണ്ടെന്ന്. ആ മനസ്സ് തന്നെയാ നിനക്കും കിട്ടിയിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത മണ്ടനല്ല നീ. കർത്താവ് നിന്നെ ഇത്ര വലിപ്പത്തിൽ സൃഷ്ടിച്ചത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പാപ്പനോട് പ്രാർത്ഥിക്ക്. ഞാൻ എടുത്തിട്ടുണ്ടടാ. അപ്പാപ്പാ, നമ്മൾ രണ്ടുപേരും കൂടെ ഈ സീറ്റിൽ കൊള്ളുന്നില്ല അല്ലേ? താടി ഒരു സീനാണ് അപ്പാപ്പ. തടി വലിയ സീനല്ലടാ. തടി ഉള്ളത് കൊണ്ടല്ലേ ആൾക്കാരെന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കൊരു പാർട്ടി ഉണ്ടാക്കി മേയറായി. തടി സീനാണെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? നിന്റെ സൂപ്പർ ഹീറോസിന്റെ കാര്യം തന്നെ എടുക്ക്. സൂപ്പർമാൻ, പിന്നെ 8 കാലിയുടെ ആളാരാ? സ്പൈഡർമാൻ. ആ മോന്റെ കേസായാലും വേറെ ആരായാലും എല്ലാവർക്കും പൊതുവായൊരു കാര്യമുണ്ട്: സഹായിക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനുള്ള മനസ്സ്. അത് നിനക്കുണ്ട്. അപ്പോ നീ ആരാ? സൂപ്പർ ഹീറോ. ഭൂമിയിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ചിലപ്പോൾ ഒരു മനുഷ്യായുസ്സ് തികഞ്ഞെന്ന് വരില്ല. അതിനാണ് തലമുറകൾ ഉണ്ടാകുന്നത്. സമയമായി ലൂക്കാച്ച, ഞാൻ തന്നെയാണ് നീ. അപ്പാപ്പന് ചേർക്ക്.
ഇത് നമ്മുടെ പാർട്ടി പെർഫ്യൂമാണ്. ഇതിന് നോട്ടിന്റെ മണമാണ്. ഇത് അടിച്ചിട്ട് എവിടെ ചെന്നാലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും. അടിച്ചോ. നമുക്കിനി ഇത് വേണ്ടപ്പാ. വേണമെങ്കിൽ വേണ്ടാന്നും വെക്കാം. ഇത്തവണത്തെ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആ ജോണിന്റെ മകനെന്നാ കേട്ടെ. ജോണിന്റെ മോനോ? ഒരു തടിയൻ ചെക്കൻ. എന്റെ വയറ് കണ്ട. വരട്ടെ, ന്യൂ ജനറേഷൻ വരട്ടെ. സഖാവേ, ചിന്നപ്പ് പൊടിക്കൂടെ ചിന്നപ്പ്. ഓക്കെ മതി. തെണ്ടിക്കോ പിരിവെടുത്തോ മോട്ടിച്ചോ എനിക്കറിയണ്ട. വൈകുന്നേരം ആകുമ്പോൾ 200 ഫ്ലെക്സ് കയറണം ടൗണിൽ. ബോട്ടം. യെസ് സഖാവേ. നീ എന്താ വിളിച്ചേ? സഖാവിനാ? സാറേന്ന് വിളിക്കട്ടെ. സാറേ അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഇത്തവണ നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കണം. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വായിക്കാം. രാജേഷ് KR, ഗ്ലിഗേഷ് മുഹമ്മദ്, ക്രിസ്റ്റി ഡാനിയൽ, രാഘവൻ മാസ്റ്റർ, ദിനീഷ് DK, രാഖി A, ക്ലിന്റൺ PJ. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. അഞ്ച് ബുദ്ധിജീവികളെ പ്രസംഗിക്കാൻ വിട്ടോ കേട്ടാ. ജോണേ, നിന്റെ മോൻ തടിയനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവനൊരു വെള്ളപ്പന്നിയാണല്ലോടാ. മോനെ തടിയാ, ദാസങ്ങൾ പറയുന്ന കേക്ക്. പോകുന്ന വഴിക്ക് 2 ബർഗറും വാങ്ങി തിന്ന് വീഡിയോ ഗെയിമും കളിച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കേ. നിനക്കൊന്നും പൊളിറ്റിക്സിനെ കുറിച്ച് ചുക്കും അറിയില്ല, മനസ്സിലായോ? നീയൊക്കെ വെറും ശിശു. തടിയാ, എന്താടാ? എടോ, താനീ നാട്ടുകാരെയൊക്കെ കെട്ടിപ്പിടിക്കണ്ടല്ലോ, എന്നെ ഇതുവരെ ഹഗ് ചെയ്തിട്ടില്ലല്ലോ. അതെങ്ങനെ? ഞാൻ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ നീ എൻ്റെ അമ്മയെ കയറി പിടിക്കല്ലേ? എല്ലാവരും പറയുന്നത് ശരിയാണ് ബഡി. ഇവൻ്റെ ഹഗ്ഗിൽ എന്തോ ഉണ്ട്. സ്നേഹത്തിൻ്റെ ഈ ഇറുക്കത്തിൽ എനിക്ക് തോന്നി ലോകത്തെ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം ഇവൻ്റെ ഈ നെഞ്ചിലാണെന്ന്. നമ്മൾ ജയിച്ചു മച്ചാനെ. നന്നായി വാ മോനെ. മോനെ ലൂക്ക, അധികാരം കിട്ടിയ ഉടനെ നീ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പന്റെ പൂർണ്ണകായ പ്രതിമ കർത്തിക്കടവ് ജംഗ്ഷനിൽ സ്ഥാപിക്കണം. അവന്മാരൊന്ന് കാണിച്ചു കൊടുക്കണം. അതല്ല അപ്പാ, നമുക്ക് അപ്പാപ്പനെ നാൽക്കവലയിൽ കാക്ക തൂർന്നൊരു പ്രതിമയാക്കി മാറ്റണോ?
അപ്പാപ്പൻ കൊച്ചിക്കാരുടെ ഉള്ളിലുണ്ട്. അതുപോലെ കത്രിക്കടവ് ജംഗ്ഷനിൽ നമുക്കൊരു ട്രാഫിക് ലൈൻ സ്ഥാപിക്കാം. അതല്ലേ വേണ്ടത്? അതും ശരിയാണ്. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. ജോസ് പ്രകാശ്, ഈ കറന്റ് ട്രെൻഡ് എന്താണെന്ന് നിനക്ക് മനസ്സിലായി? എന്താണ് ചേട്ടായി? തടിയാണ് തടി. അതും ശരിയാണ്. മേറുപടി, എനിക്ക് കുറച്ച് നീഡ്സ് ഉണ്ട്. എന്തൊക്കെയാടാ? അത് പീക്കുവിൻ്റെ വീട്ടിലേക്കുള്ള റോഡ് ജസ്റ്റ് ഒന്ന് ടാർ ചെയ്യണം. പിന്നെ കൊച്ചിയിലെ നൈറ്റ് ലൈഫ് അതൊന്ന്, അതുപോലെ തന്നെ ഈ ലോ വേസ്റ്റ് ഇടുന്ന പിള്ളേരോട് പോലീസിൻ്റെ ഒരു സമീപനം ഉണ്ടല്ലോ, അതൊന്ന് ശരിയാക്കണം. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ലൂക്കാച്ചൻ അറിയാലോ, എൻ്റെ ഒറ്റ മോള. നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോളുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. അവൾക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക് ലൂക്കാച്ചൻ്റെ നല്ല മനസ്സ് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പഴയ ആൻമരിയായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിന്റെ അടുത്തല്ലാണ്ട് വേറെ എങ്ങോട്ടും പോകാനില്ല എനിക്കിപ്പോൾ. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആൻമേരിയുടെ വിഷമത്തിൽ അവൻ അലിയണത് ഞാൻ കണ്ട്. ആ ക്ഷമ കരച്ചിലിനും അവസാനം അവളൊരു കാര്യം പറഞ്ഞു. I want to talk to you about രാഹുൽ. ഞാനും രാഹുലും ശാന്തനും കോയമ്പത്തൂർ MBAക്ക് KIMSൽ ഒരു ബാച്ചിലായിരുന്നു. We were good friends. He was very brilliant. ക്ലാസ് ടോപ്പർ. ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ ഞാനും അവൻ്റെ വലിയ ഫാനായിരുന്നു. ആൻഡ് ഇൻ ദ ഫൈനൽ സെമിസ്റ്റർ അവൻ ഞങ്ങളടുത്തൊരു ബിസിനസ് ഐഡിയ പറഞ്ഞു, ഒരു ബിസിനസ് പ്ലാൻ. കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നടത്തുന്ന ഒരു സർവേയുടെ റിപ്പോർട്ടാണത്. ആൻഡ് ദ ഫാക്ട്സ് ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ബേസിക് നീഡായ ഫുഡിനേക്കാളും 3 ഇരട്ടിയാണ് ആൾക്കാർ കോസ്മെറ്റിക്സിന് വേണ്ടി ചിലവാക്കുന്നത്. ഷാംപൂസ്, പെർഫ്യൂംസ്, ക്രീംസ്, ബ്ലാ ബ്ലാ, ആൻഡ് ദ ലിസ്റ്റ് ഗോസ് ഓൺ. സി, ഇപ്പോൾ ആൻ്റെ കേസിന് എടുത്ത് നോക്കൂ. ആൻ്റെ മെസ് ബിൽ ഈസ് അറൗണ്ട് 1700. കോസ്മെറ്റിക് ബിൽ ഈസ് 5700. അതെയാ? ദീസ് ഫിഗേഴ്സ് ടെൽ സംതിങ്. ഈ ഡിമാൻഡ് ഒരു ഇൻസെക്യൂരിറ്റിയുടെ പ്രോഡക്റ്റാണ്. നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാനുള്ള ഭയത്തിൻ്റെ. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി ആൻഡ് ദിസ് ഇസ് ബിസിനസ്. സൊസൈറ്റിയുടെ ഈ ഇൻസെക്യൂരിറ്റി ആയിരിക്കണം നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ്. കമ്പനിയാ? കമ്പനി ഒരു സമ്പൂർണ്ണ ആയുർവേദിക് ക്ലിനിക്. അയ്യേ, മരുന്ന് ഷോപ്പാ? ആയുർവേദമാണ് നമ്മുടെ പാസ്റ്റ്, അത് തന്നെയായിരിക്കണം നമ്മുടെ ഫ്യൂച്ചറും. ആയുർവേദം കൊണ്ട് പൊതിഞ്ഞാൽ നമുക്ക് എന്ത് മിക്കാം. ഇറ്റ്സ് ട്രസ്റ്റ്വർത്തി. പിന്നെ ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഇല്ല. നമുക്ക് എന്തും പരീക്ഷിക്കാല്ലേ? കറക്റ്റ്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്ന് ഇത് ചെയ്യും. പക്ഷേ ഈ ബിസിനസ്സിന് വേണ്ട ഒരു അത്യാവശ്യ കാര്യം നമ്മുടെ കയ്യിലില്ല. എന്താ അത്? ഇൻവെസ്റ്റ്മെന്റ് ആണോ? പാരമ്പര്യം. പക്ഷേ അത് നമുക്കുണ്ടാക്കാം. വൈദ്യേഴ്സ് ക്ലിനിക്കിന്റെ CEO ആയ രാഹുൽ വൈദ്യർ അന്യായമായി തടവിൽ പാർപ്പിച്ചു എന്ന് പറയുന്ന നാടക നടൻ സുധീർ ബാബുവിനെ പോലീസ് മോചിപ്പിച്ചു. മൂന്നാർ വട്ടവടയിലെ ഒരു എസ്റ്റേറ്റിലായിരുന്നു ഇയാളെ തടവിൽ പാർപ്പിച്ചിരുന്നത്. എന്റെ പൊന്നേ, ഞാനൊരു പാവം നാടകക്കാരനാണ്. ചെറിയൊരു പരിസരത്തിൽ അഭിനയിക്കാനാണെന്നും പറഞ്ഞ് 2.5 വർഷമായി ഞാൻ എന്റെ പെണ്ണും പിള്ളേയും പിള്ളേരെയും കണ്ടിട്ട് കൂട്ടിയിട്ടിരിക്കുമല്ലയോ. ഒന്ന് പറമ്പിൽ മുള്ളിയിട്ട് കാണാത്തറിയാവോ? വൈദ്യർ ക്ലിനിക്കിലെ അംഗമായിരുന്ന ആൻമേരിയുടെ വെളിപ്പെടുത്തലുകളാണ് കേരള ജനതയെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. വൈദ്യേഴ്സ് ക്ലിനിക്കിനെ കുറിച്ചും രാഹുൽ വൈദ്യരെ കുറിച്ചും പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നതായിരിക്കും.
സംസ്ഥാനത്ത് ആയുർവേദത്തിന്റെ മറവിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം തട്ടിപ്പുകളെ ഇല്ലാതാക്കാനും സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും വേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്വാഡിന് രൂപം നൽകാൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ന്യൂസ് അവർ. തൽക്കാലം മുങ്ങിക്കോ, ബാക്കി നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ പോലീസ് വൈദ്യർ ക്ലിനിക്ക് റെയ്ഡ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. വിശദ പരിശോധനയ്ക്കായി ഇവ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. വൈദ്യവൃത്തി ആത്യന്തികമായി ഒരു സേവനമാണ്, ഒരു ബിസിനസ് അല്ല. ആയുർവേദം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചികിത്സാരീതി മാത്രമല്ല, അതൊരു ജീവിതചര്യയാണ്. തട്ടിപ്പിനിരയായ ഒരു കൂട്ടം ആളുകൾ വൈദ്യർ ക്ലിനിക്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയുണ്ടായി. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. മാഞ്ചിയം, ആട്, ഹിമാലയം, ലിസ്, ശബരിനാഥ്. കേരള ജനത വർഷങ്ങളായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഗണത്തിലെ അവസാനത്തെ അംഗമാണ് രാഹുൽ വൈദ്യർ. വൈദ്യർ ഓർഫനേജിന്റെ പേരിൽ മരുന്ന് ശാലയിൽ ബാലവേല ചെയ്യിച്ചിരുന്ന തമിഴ് ബാലന്മാരെ പോലീസ് മോചിപ്പിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ ഫെയർനെസ് ക്രീം വിറ്റഴിയുന്നത് ഇന്ത്യയിലാണ്. കറുത്തിരിക്കാൻ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? ആരോഗ്യവാനായിരിക്കാൻ പ്രത്യേകിച്ച് കുറുക്കുഴിയൊന്നുമില്ല. കൃത്യ അളവിലുള്ള ഭക്ഷണം കൃത്യസമയത്ത്, ചിട്ടയായ വ്യായാമം, ഇത് രണ്ടും അനിവാര്യമാണ്. രാഹുൽ വൈദ്യർക്കെതിരെ കൂടുതൽ പരാതികളുമായി നിരവധി പേർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ വൈദ്യർ എവിടെ എന്ന ചോദ്യം കേരള പോലീസിനെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ABC ന്യൂസിന് വേണ്ടി ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അനീഷ് നടുവിലടുത്ത്. രാഹുൽജി, ഇതിനെല്ലാം പിന്നിൽ ആ തടിയൻ മേയറാണ്. ഞാൻ നോക്കിയിട്ട് രാഹുൽജി അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണം. എ കോംപ്രമൈസ് ടോക്ക്. സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ റജില, ചെമ്പകപ്പൂവിനൊത്ത നിറമായി, ചന്ദനമേനി നിന്റെ മഹിമ, സുന്ദരി നീ വന്നു ഗസലായി. മേയറാ, ഒരു മിനിറ്റ്. ആ എന്താ മേയറൂട്ടാ? ഇക്ക ഒരു ഹെൽപ്പ് വേണം. അനക്കും ഹെൽപ്പാ. എന്റെ ഒരു ഫ്രണ്ട് മിസ്സിംഗ് ആണ്, വൺ മിസ്റ്റർ രാഹുൽ വൈദ്യർ. ആ റാം പറഞ്ഞോനാ? ഇക്ക അവനിന്ന് തപ്പെടുത്തു തരണം. ഈ ബേജാറാവേണ്ടിരിക്കേ, ഒക്കെ ഞമ്മക്ക് സലാമത്താക്കാ. ഞമ്മള് കലാകാരനാണെങ്കിലും ക്രിമിനൽ മൈൻഡാ. ശാന്തനു, ശാന്തനു, ശാന്തനു. ശാന്തനു ശീർഷാസനത്തിലാണ്. ഞാൻ മതിയോ? ലൂക്ക, പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കാ. ഓ, ബാഡ് ഡിസിഷൻ സാന്റ, ബാഡ് ഡിസിഷൻ. നിനക്ക് ഞാനൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഗത. ഓ,
നീ പ്രിപ്പയർഡ് ആണല്ലേ. എൻ്റെ പഞ്ച് ഓർമ്മയില്ലേ നിനക്ക്? ശ്വാസം കിട്ടാതെ പുൽക്കുട്ടി കിടന്ന് മറന്നോ നീ? നീ എന്താണെന്നറിയോ? തീട്ടുണ്ടാക്കണം മെഷീൻ. ഞാൻ ഇങ്ങനെയാണ് ഭായ്. 2 ഇഡ്ഡലി കൂള് കഴിക്കുന്നേ ഉള്ളൂ. പക്ഷെ നീ വിഷമാടാ, വിഷം. സമാധാനമായി കഞ്ഞി കുടിച്ച് കിടന്ന ആൾക്കാരുടെ ഉള്ളിൽ കോംപ്ലക്സ് കുത്തിവെച്ച് നീ നടത്തുന്ന ഈ കണ്ണിച്ചൊല്ലാത്ത ബിസിനസ് ഇല്ലേ, അതാണ്ട് ആർത്തി. സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അർഹത ഇവിടെ എല്ലാവർക്കും ഉണ്ടറാ. വാടാ നീ. കേരളത്തിലുള്ള എൻ്റെ സഹോദരങ്ങളായ എല്ലാ തടിയന്മാർക്കും, കഷണ്ടിയുള്ളവർക്കും, പൊക്കം കുറഞ്ഞവർക്കും, കറുത്തവർക്കും, പിന്നെ എൻ്റെ കളിക്കൂട്ടുകാരി ആൻമേരിക്കും വേണ്ടി ഇതെൻ്റെ കൊച്ചിൻ കൂമ്പിലിടി. ഇതിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല വേദന കാണും. എടാ രാഹുലേ, വിവരവും വിദ്യാഭ്യാസവും 6 പാക്കും ഒക്കെ ഉള്ളതല്ലേ? നാട്ടുകാരെ പറ്റിക്കാതെ വല്ല പണിയെടുത്ത് ജീവിക്കടാ.